അപ്പോൾ എല്ലാവർക്കും MC Gaming 2030 പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പംകിൻ അസംബ്ലിയുടെ സീരീസ് ആയിട്ട് വന്നേക്കുവാണ്. അപ്പം ഇത് നമ്മുടെ എപ്പിസോഡ് 1 ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വേൾഡിലോട്ട് പോകാം. സോറി ഗൈസ്, ലോഗിൻ ചെയ്യാനൊന്ന് താമസിച്ചു. വീണ്ടും കയറാം. അപ്പോഴേ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യാം. നമ്മളെന്തായാലും അയൺ ആർമറൊന്നും ആയിട്ടില്ല. അത് നമ്മൾ ഇത്തിരി നേരത്തെ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു, അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പകുതി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റനാണ് പിന്നെ ഞാൻ ഒരു ടീം ജോയിൻ ചെയ്തു. ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ടീം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് അപ്പോൾ നമ്മൾ കിടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇല്ലല്ലോ കേസ്, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീടുണ്ടാക്കേണ്ടത് ഇല്ല അവിടെയാണ്. ഓക്കെ, ഈ ആൻഡ് വർക്കിംഗ് അല്ല. നമുക്ക് ബ്രീഡറൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രീഡർ. നമ്മുടെ ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. നമ്മുടെ ഒത്തിരി വില്ലേജസൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതെന്താ മൈനിങ് ആണോ? നോക്കാം. മൈനിങ് ഞാൻ തോന്നുന്നുണ്ട്. ഒത്തിരിയൊക്കെ മൈൻ ചെയ്ത് ഇട്ടേക്കുക. അങ്ങ് താഴെ വരെ പോകുന്നുണ്ടല്ലേ. ഓക്കെ, തോർച്ചില്ലേ? അയ്യോ, ഇവിടെ വെള്ളം. ചത്ത് നമ്മളതിനെ വെറുതെ ചാടി പോകുന്നു. നേരെ നമ്മൾ ഇവിടെ വരും. നമുക്കിപ്പോൾ 33 അയണുണ്ട്. നമ്മളിപ്പോൾ ട്രേഡിംഗ് ഹാളിലൊന്ന് പോകാം. പിന്നെ ട്രേഡിംഗ് ഹാളും ഉണ്ട്. ചേട്ടാ അതവിടെ വരുന്നു, കാണാനില്ല. ട്രേഡിംഗ് ഹാൾ കാണാനില്ല. ട്രേഡിംഗ് ഹാൾ എന്തി? അതാണ്ട്. ഇതിന് നമുക്ക് കേസ് റീസ്റ്റോക്ക് ചെയ്തോ? ഓക്കെ, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 8 എണ്ണം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ആർമർ കയറും. ആർമർ തരും. ടൂൾസ് മറ്റില്ലേ? അത് ഇത്തിരി എണ്ണത്തിനൂടെ കൊണ്ടുവരണം, എങ്കിലേ പറ്റൂ. പക്ഷെ എനിക്ക് ഇതില്ല. അതാ എൻ്റെ പെർമിഷൻ. പെർമിഷൻ എന്ന് വെച്ചാൽ ക്ലെയിമൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതിനകത്ത് പെർമിഷനൊന്നും എനിക്കില്ല. അപ്പം അതാണ് പ്രശ്നം. ഇപ്പം കുഴപ്പമില്ലല്ലോ. കേസ് നമുക്കെന്തെങ്കിലും കുറച്ച് ഫുഡ് വാങ്ങിക്കാം. കേസ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അയൺ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ അങ്ങ് എടുക്കാം. കേസ് ഞാൻ പറഞ്ഞ പുതിയൊരു അയൺ ഫാം ഉണ്ടാക്കാമെന്ന്. ഈ വില്ലേജർ വേണോ? അപ്പോൾ നിങ്ങൾ എനിക്ക് ബ്ലഡ് ഡ്രോപ്പ് അല്ലേ ഞാനുള്ളത്. അപ്പോൾ ഞാൻ എടുക്കാം. കാരണം ഇതൊരു ജാവ പ്ലസ് ബെഡ് റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജാവയിലെ ഫാംസ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാക്കാം. നമുക്ക് തുറക്കെ
കയ്യിലില്ല. ഇത് നമ്മുടെ കൈ വെച്ചേക്കാം. വെയിറ്റ് ചെയ്യും. ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് തരാൻ പറയാം. സ്റ്റിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ്, ഒരു മിനിറ്റ്. കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം. വെയിറ്റ്, ഇവിടെ റെയിലുണ്ടല്ലോ. പിന്നെന്ത്? ഓ, ഇത് വെക്കത്തില്ല. ഒരു മിനിറ്റ്. റൈഡർ പെർമിഷൻ നിനക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഞാൻ കുറച്ച് ഫുഡ് വാങ്ങാം. ഫാർമറിൻ്റെ നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങിക്കാം. ബ്രെഡൊന്നും വേണ്ട, ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. കേസ് 6 കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് കഴിക്കാം. റേവി ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും കുറച്ച് അയൺ നമുക്ക് ഉണ്ടാക്കുന്ന റിസോഴ്സസ് ആക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതുകൊണ്ട് ഇവിടെ ഒരു ഇതുണ്ടാക്കി ഒരു സോംബിയെ പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പം നമുക്കെന്തായാലും ഇതിനെയൊക്കെ കൊണ്ടു ചേർക്കാം. നമ്മളൊരു ഇത് എന്തുവാ അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ്. സോംബി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നില്ല, ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുവാണ്. അപ്പം അതിനുള്ള വില്ലേജസൊക്കെ സെറ്റാണ് നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് പോകാം. വെയിറ്റ്, നമുക്ക് ഈ ബെഡൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടുവെക്കാം. അല്ലെങ്കിൽ സോംബീസൊക്കെ വരും. ഓ, സ്കെലട്ടൻ തന്നെ അടിക്കുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് കിടന്നുറങ്ങാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാവോ? അവൻ ട്രേഡിംഗ് ഹാൾ ട്രസ്റ്റ് തരുന്നില്ല. ട്രേഡിംഗ് ഹാൾ ട്രസ്റ്റ്
ട്രേഡിങ് ട്രസ്റ്റ് താടാ. നമുക്ക് വാങ്ങിക്കാം. കേസ് അപ്പോൾ നമുക്ക് ട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിക്കാം. ഹെൽമെറ്റ് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ഫാമിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അയൺ വല്ലതും വന്നിട്ടുണ്ടെങ്കിലേ കുറച്ച് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് പിന്നെ ട്രേഡ് ചെയ്ത് നമുക്ക് ഈ 21 പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ 24 ആയിട്ടുണ്ട്. ഞാനത് കുറച്ച് നേരം പിന്നെ ഇത് നിൽക്കണം, എനിക്ക് FT നിൽക്കണം. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. കഴിഞ്ഞ സീസണിൽ ഞാൻ ഇത് തന്നെ ചെയ്തിട്ടുള്ള. പിന്നെ ഇവരുടെ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ട്രേഡ് ചെയ്ത് 14 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വെച്ചാൽ കുറച്ച് തരേണ്ടതാണ്. ഇല്ലേ, കുറയ്ക്കത്തില്ല. ടൂൾസ് എല്ലാം ടൂൾസും കിട്ടത്തില്ലേ? ടൂൾസും കുറച്ച് തരത്തില്ലേ? കൊള്ളാം. അവൻ്റെ ആർമറേ ഉള്ളു. എൻ്റെ എന്തുവാ ലൂട്ടിങ് ട്രീ, അത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ 14 ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഇതുണ്ട്, എന്തുവാ ഒരു ട്രേഡ് എന്തുവാ ഒരു ഇത് നമ്മുടെ ഒരു മോബ് ഫാം ഉണ്ട്. മോബ് ഫാമിന് നമുക്ക് ഒരുപാട് ഇത് കിട്ടും. എന്തുവാ മോബ് ഫാമിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും ഗൈസ്, ഇത് കിട്ടും, എന്തുവാ ഫ്ലഷ് കിട്ടും. അപ്പോൾ ഫ്ലഷ് വെച്ച് നമുക്കത് മറ്റേത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. എമറൽഡ് നമ്മുടെ ക്ലർക്കിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു എമറൽഡ് കിട്ടിയാൽ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് എങ്ങാണ്ട് വാങ്ങാം. ബൂസ്റ്റ് എങ്ങാണ്ട് വാങ്ങാൻ പറ്റും. ബൂട്ട് വാങ്ങാം. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇത് ഷവലവൻ തന്നിട്ടുണ്ട്. മേടിക്കല്ല, ഷവൽ തന്നെയാണ്. ഇനി നമുക്കിത് ക്ലേ മൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ തീരും. നമുക്ക് ക്ലേ അങ്ങ് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ ഇത്ര ആഴമുണ്ടല്ലോ. ഒരേടിയുണ്ട് വീട്ടിൽ. ഇത് നമുക്ക് പൊട്ടിച്ച് അവിടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ശ്വാസം കിട്ടി നിന്നൂടെ? നിൽക്കാം. ഇത് പൊട്ടിക്കും. കൈ കിട്ടത്തില്ലേ? ഇത് വെച്ച് പൊട്ടിക്കേ. ഒന്നും കിട്ടത്തില്ലേ? വെയിറ്റ് ചെയ്യ്, ഇതിൻ്റെ ബബിൾസിൻ്റെ അടുത്തോളം കണ്ടു. ഇവിടെ ഒന്നും ക്ലേ ഇല്ലേ? വെയിറ്റ് ക്ലേ സ്വാമ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത്. ഇതൊന്നും ക്ലേ ഇല്ലല്ലേ? ഇത് മാറ് ചാവുന്നു. മുകളിൽ പോ.
ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒന്നും ക്ലേ കാണുന്നില്ലല്ലേ. ക്ലേ ക്ലേ വെയിറ്റ് ഇത് ഫൈൻഡ് ചെയ്യാവോ? അത് ഓക്കെ, മൈൻഡ് ചെയ്യാൻ കണ്ട ഇച്ചിരി പൊങ്ങിയൊക്കെ നിൽക്കണം. ഫുൾ നമ്മളങ്ങ് അടി നിന്നാലേ ഇത് നമുക്ക് മൈൻഡ് ചെയ്യാൻ കിട്ടും. കണ്ടോ, മൈൻഡ് ചെയ്യൂ ക്ലേ മൈൻഡ് ചെയ്യൂ. ഇനി ഈ ക്ലേ കൊണ്ടു കൊടുത്താൽ നമുക്ക് എമറൾഡ് കിട്ടും. നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും അതെന്താ മൈൻഡ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും മൈൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓ, ശ്വാസം കിട്ടത്തില്ല. കുനി. ഓ, ഇന്ന് മോളിൽ നിൽക്കല്ലേ. ഇച്ചിരി പൊങ്ങി നിൽക്കണം അല്ലേ. ഓക്കെ, ഓ ഇച്ചിരി പൊങ്ങി നിൽക്കണം. അയ്യോ, ചത്ത്. അവൻ്റെ ശവലും പോയി, ചത്ത്. എനിക്ക് അവന് കൊണ്ടു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ചത്തു. ഓ, പെട്ടെന്ന് ഹോമിച്ചില്ല, പെട്ടെന്ന് എന്തി വാതിലെങ്കി വേണ്ട. തുറക്കത്തുമില്ല. പോ ശവല് ഡീസ്പോണാവല്ലേ. ഭാഗ്യത്തിന് ക്ലേ കിട്ടി. കൈ വെച്ച് തന്നെ പൊട്ടിച്ച് മരിക്കേണ്ടി വരും. അല്ല, ഇത്രയും പോവുകയാണ് നമുക്ക്. ഒറ്റ ആണെങ്കിൽ നമ്മുടെ എമറൾഡ് അവനതെടുത്തു. പക്ഷേ അവൻ എൻ്റെ എമറൾഡ് കൊണ്ടുപോയി. നമുക്കത് ട്രേഡ് ചെയ്യാം. എടാ, എമറൾഡാ. ഇപ്പം നമുക്ക് 18 ഉണ്ട്. നമുക്കിനി ചെസ്റ്റ് പ്ലേറ്റോ എന്തോ വാങ്ങിക്കാൻ പറ്റും. ചെസ്റ്റ് പ്ലേറ്റിന് 27 വേണം. നമ്മളെന്തായാലും ബൂട്ട്സ് വാങ്ങിക്കുക. പിന്നെ നമ്മുടെ ഇപ്പോൾ ബൂട്ട്സും കിട്ടി. ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ഹെൽമെറ്റ്. നമ്മുടെ ഹെൽമെറ്റ് അവിടെ വല്ലതും ആണോ? അത് ഹെൽമെറ്റ് അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. ഹെൽമെറ്റ് എന്ത് ചെയ്യും? എൻ്റെ ഹെൽമെറ്റ് പോകണ്ടായിരുന്നെങ്കിൽ. ഇവിടെ ഇല്ല, അവൻ്റെ കയ്യില. ഹെൽമെറ്റ്
അങ്ങനെ അവിടെ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. ഈ സിനി ആയെന്നല്ലോ ഉണ്ടോ അവൻ ഫുള്ള് എടുത്തല്ലേ. നമുക്ക് ഏതായാലും കുറച്ച് നേരം ഇവിടെ നിൽക്കാം. വേണ്ട, നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കാം. അവൻ ഫുള്ളെടുത്തു. അത് നോക്കണമല്ലോ. പക്ഷേ ഇത് നമുക്ക് ഇത് ചെയ്തിടാം, എന്തുവാ ബോൺ മീലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബോൺ മീൽ ചെയ്തിട്ട് കാണാം. ബോൺ മീൽ എന്ന് വെച്ചാൽ ഇച്ചിരി ഉണ്ട് ഇവിടെ. ഇവിടെ ബോൺ മീൽ സ്റ്റേഷൻ ഉണ്ട്. ബോൺ മീൽ ചെയ്യാം. നമ്മൾ ബോൺ മീൽ ചെയ്യാൻ ഒരെണ്ണം വല്ല കിട്ടി. ഇവിടെ 9 കിട്ടുള്ളൂ. ബോൺ മീൽ ആവശ്യം ചിലപ്പോൾ വരും. നമുക്ക് ഇവിടെ ബോൺ മീലൊന്നും താഴെ കിടപ്പോയില്ലല്ലേ. ഓക്കെ, ഇവിടെ കിഫി പേരും തന്നിട്ടില്ല. കുഴപ്പമില്ല, അത്രയൊക്കെ കിട്ടിയല്ലേ. നമുക്കതിൽ അയൺ വന്നോ നോക്കാം.